ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം 7 വർഷം മുമ്പ് ഒരു സുപ്രീം കോടതി വിധിയുണ്ടായി. ആ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞത് എല്ലാവർക്കും സമത്വം എന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. എന്നാൽ അയ്യപ്പൻ്റെ സ്ഥലത്ത് സ്ത്രീ പ്രവേശനം മെൻസസ് വന്നവർക്ക് പാടില്ല എന്നും മാറി നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അന്ന് BJPക്കാരും CPMകാരും കൂടിയിട്ട് ഈ സ്ത്രീ പ്രവേശനം ആവാമെന്ന് സുപ്രീം കോടതി വിധി അനുസരിച്ചമായി പ്രവർത്തിക്കുകയും ആ സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങൾ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ നിരത്തിലിറങ്ങി ഈ സർക്കാരിനെതിരെയും BJPക്കെതിരെയും നിന്നു. പക്ഷേ BJPക്കാർ ഇരട്ടത്താപ്പാണ് നടത്തിയത്. ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീ പ്രവേശനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി എങ്ങനെയും അധികാരത്തിൽ കേരളത്തിൽ പിടിക്കാമെന്നാണ് BJPക്കാർ കരുതിയത്. പക്ഷേ ഇവിടത്തുള്ള വിശ്വാസികൾ അയ്യപ്പ ഭക്തന്മാർ അതിനെതിരെ നിന്നതുകൊണ്ട് BJPക്കാർ രക്ഷയില്ലാതെ CPMനെ ഇറക്കിവിട്ട് കളി കാണുകയാണ് ചെയ്തത്. ഇതിൽ BJPക്കാരും CPMകാരും ഇരട്ടത്താപ്പ് നയമാണ് പറയുന്നത്. ഇപ്പോൾ ചന്ദ്രശേഖരനെ വിളിച്ചതാണെങ്കിൽ പോകുമെന്നാണ്, രാജീവ് ചന്ദ്രശേഖരൻ വിളിച്ചതാണെങ്കിൽ CPM വിളിച്ചതാണെങ്കിൽ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ BJP MP-മാരും മന്ത്രിമാരും CPMനെ സപ്പോർട്ട് ചെയ്ത് കേരള ഭരണം രണ്ടുപേരും കൂടി പിടിക്കാമെന്നാണ് ഇവർ ദിവാസ്വപ്നമാണ്. BJPക്കാരും CPMും രണ്ടാം പിണറായി സർക്കാർ, BJPക്കാർ വോട്ട് ചെയ്തതിൻ്റെ ബലമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത്. വോട്ട് ചോരി വിഷയത്തിൽ തൃശ്ശൂരും കേരളത്തിലും പല കാര്യങ്ങളിലും ഇവിടെ ഒരു ബിൽഡിങ്ങിലും 100, 500, 200, 300 വോട്ടുകൾ ചേർത്ത് ആലത്തൂരിലെയും തിരുവനന്തപുരത്തിലെയും പല ഭാഗത്തുള്ള കേരള സംസ്ഥാനത്തിലുള്ള വോട്ടുകൾ മൊത്തം കൊണ്ടുപോയിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിരോധാഭാസമാണ്. അപ്പോൾ ഈ സ്ത്രീ പ്രവേശനമാവാമെന്ന് പറഞ്ഞത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തതുകൊണ്ട് CPMന് വോട്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ പ്രവേശനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീ പ്രവേശനത്തെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഭക്തന്മാരുടെ ഒപ്പമാണ്, സ്ത്രീ പ്രവേശനമില്ല എന്ന് പരസ്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഭക്തന്മാർക്കൊപ്പമാണ്. ഇപ്പോൾ നിലവിളക്ക് കൂടത്തിൽ, പിന്നെ അയ്യപ്പൻ്റെ നാമം ജപിക്കൽ, ഇതൊക്കെയാണ് പിണറായി വിജയൻ സഖാബും അവരുടെ ദേവസ്വം മന്ത്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രം CPM തനിക്കാക്കി വടക്കാക്കി അല്ലാണ്ട് ഇവരുടെ ഭരണനേട്ടത്തിൽ എന്താണ് ഇവിടെ ഉള്ളത്? തനിക്കാക്കി വടക്കാക്കുക. നമ്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവർ മര്യാദയ്ക്ക് കൊണ്ടുപോയി ഒരു മാസം കർക്കിടക മാസത്തിൽ കഞ്ഞിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദിവസേന സദ്യയോടുകൂടി കൊടുത്ത ഒരു സ്ഥലത്ത്, അതുപോലെ പോത്തുണ്ടി ശിവക്ഷേത്രം എന്നീ മേഖലകളിലും ഇവർ എല്ലാ മേഖലയും നേരത്തെയുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ ക്ഷണിക്കാതെ, ദേവസ്വം ബോർഡിലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ ക്ഷണിക്കാതെ പല ഭാഗത്തും കൃത്രിമം നടത്തിയാണ് അധികാരം കേരളത്തിൽ പിടിച്ചിരിക്കുന്നത്. ഇവർ ദൈവത്തിന് എതിരാകും, പിന്നെ അനുകൂലമാകും. നേരത്തെ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, അതിനെ എതിർത്തു. TV കൊണ്ടുവന്നു, അതിനെ എതിർത്തു. കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് CPMകാരാണ്. പിന്നെ ട്രാക്ടർ കൊണ്ടുവന്നു, അതിനെ എതിർത്തു. കൊയ്ത്തുമേത് യന്ത്രം കൊണ്ടുവന്നു, അതിനെ എതിർത്തു. എല്ലാ മേഖലയും എതിർപ്പ് സമ്പാദിക്കുകയും കേരളത്തിലെ തനതായ വരുമാനമില്ലാതെ ചെലവ് മാത്രം ചെയ്യുകയും കടമെടുക്കുകയും, നേരത്തെ 1.5 ലക്ഷം കോടിയാണ് ഈ നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിച്ചിരിക്കുന്ന 10 മുഖ്യമന്ത്രിമാർ, അച്യുതാനന്ദൻ, അതുവരെയുള്ള 10ഓളം മുഖ്യമന്ത്രിമാർ, കരുണാകരൻ, AK ആൻ്റണി, EK നായനാർ, PS അച്യുതാനന്ദൻ, വാസുദേവ മേനൻ, അച്യുത മേനൻ, പിന്നെ R ശങ്കർ എല്ലാ മുഖ്യമന്ത്രിമാരും ഭരിച്ചിട്ടും ആകെ 1.5 ലക്ഷം കോടിയാണ് കടം. ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് തനത് ഫണ്ട് ഇല്ലാതെ, ടാക്സ് കറക്റ്റായിട്ട് തിരിക്കാതെ പെൻഷൻ കൊടുക്കുകയും അതിൻ്റെ ഫലമായി 1.5 ലക്ഷം കോടി ഉറുപ്പ്യ കടമുണ്ടായിരുന്ന 10 മുഖ്യമന്ത്രിമാർ ഭരിച്ചപ്പോൾ ഇപ്പോൾ 5,40,000 കോടിയാണ് കടം. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഇവിടെ തൊഴിലില്ലാതെ 50 ലക്ഷം വീടാണ് കൂട്ടിക്കിടക്കുന്നത്. കേരളത്തിൽ കൊട്ടാര സാദൃശ്യമായ വീടുകൾ പണിത് അച്ഛനമ്മമാർക്ക് രക്ഷയില്ലാതെ, മക്കൾക്കും രക്ഷയില്ലാതെ, ഇവിടെ തൊഴിലില്ലാതെ വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ് പോയി പണിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ തനത് ഫണ്ട് യൂസ് ഇല്ലാതെ കടം മേടിച്ച് മാത്രം ചെലവ് ചെയ്യുന്ന സർക്കാരാണ് പിണറായി സർക്കാർ. ഇതിനെതിരെ
ഇതിനെതിരെ എല്ലാ ഭരണവിരുദ്ധ വികാരങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അയ്യപ്പനെയും മറ്റുള്ളവരെയും കൂട്ടുപിടിച്ച് ഭരണം പിടിക്കാമെന്ന് മൂന്നാം പിണറായി സർക്കാർ വരാമെന്നാണ് ഇത് കണക്കാക്കുന്നത്. ഇവിടെ ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടുന്നില്ല. അംഗനവാടി ടീച്ചർമാർക്ക്, അയൽമാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന, സ്കൂളിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആളുകൾക്കും വളരെ ദുരിതമായിട്ടാണ് ജീവിതമാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ബ്രാഞ്ച് സമ്മേളനം പോലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി തട്ടിപ്പ് നടത്തി ഈ CPM ഭരണം കൈയാറാമെന്നാണ് വിചാരിക്കുന്നത്. അത് ദിവാസ്വപ്നമാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മറ്റേ ആശാ വർക്കർമാരും മറ്റുള്ളവരും എല്ലാവരും കൈമൈ മറന്ന് പണിതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് അവിടെ 11,000 വോട്ടുകൾക്ക് ജയിച്ചു എന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്ത് നിന്ന് UDFന് 110 സീറ്റോളം ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പോൾ ഇവർ പറയും അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയും. ലാസ്റ്റ് ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസനങ്ങളെ പാടില്ല പറയും. എന്നാൽ അത് കഴിഞ്ഞാൽ ആ കോൺഗ്രസ് കൊണ്ടുവന്ന വികസനത്തിന് ഒപ്പം നിന്ന് അതിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുന്ന പാർട്ടിയാണ്. ഇവിടെ കേരളത്തിലെ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഏതൊക്കെയാണ് റോഡ്? അടിപ്പരണ്ട ഒലിപ്പാറ റോഡ് വർഷങ്ങളോളം കാവലുകൾ കെട്ടും കാവലായിട്ട് കിടന്ന് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത വിധമാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ടെൻഡർ എടുത്തിട്ട് പോയവൻ സമയത്ത് പണിയെടുക്കാത്തത് കൊണ്ട് അളീശ്ശേരി പോത്തുണ്ടി റോഡ് 7 കോടിയുടെ വർക്ക് 5,40,00,000 വിളിച്ച് ആ പണി പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ പല ബുദ്ധിമുട്ടുകളും കൊടുക്കാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാർ കൈയാളുന്ന സമയമാണ് ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തി കഴിയും അവർ വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യാതെ ഈ ജനത്തിൻ്റെ കുതിര കയറുന്ന ഈ പരിപാടി ഈ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നിർത്തണം. നേരത്തെ പെട്രോൾ വില 72 രൂപയാണ്. അന്ന് ഉമ്മൻചാണ്ടി ടാക്സ് 5 വർഷം വേണ്ട വെച്ചു. ഇപ്പോൾ അത് 50 റുപ്യക്ക് പെട്രോൾ കൊടുക്കുമെന്നാണ് 50 റുപ്പീസ് പെട്രോൾ മിലേഗ എന്ന് പറഞ്ഞു. ഡീസൽ പെട്രോൾ മിലേഗ പറഞ്ഞു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഒരു 50 റുപ്യ കൊടുക്കാൻ പറഞ്ഞു. 108 റുപ്യാണ് ഇപ്പോൾ പെട്രോൾ വില. ഡീസലിന് 100 റുപ്യ. കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ. കേരളം നമ്പർ 1 എന്നാണ് പറയുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കർണാടകയിൽ 100 റുപ്യ, തമിഴ്നാട്ടിൽ 100 റുപ്യ, ഇവിടെ 108 റുപ്യ. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ആവശ്യമാണ് കേരളത്തിൽ. തൊഴിലില്ലാതെ ചെറുപ്പക്കാർ പലരും ഇവിടുന്ന് വീട് കൂട്ടി നാട് പോകേണ്ട ഗതികേടാണ് വരുന്നത്. ഇവർക്ക് വേണ്ടി ഇനി വോട്ട് പിടിച്ച് കൊടുത്താൽ ഇവിടെ ദുരന്തമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. 1.5 ലക്ഷം കോടിയുള്ള കടത്തിന് 5,40,000 കോടിയാക്കിയ പിണറായി സർക്കാരിനെ ഇപ്പോൾ എന്താ പറയുക? അപ്പോൾ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടമെടുത്ത് പെൻഷൻ കൊടുക്കുകയാണ്. തനത് ഫണ്ട് ഉണ്ടാക്കാതെ, കേരള സംസ്ഥാനത്തിൽ അധിക വരുമാനം ഉണ്ടാക്കാതെ, ടാക്സ് പിരിച്ചെടുക്കാതെ ചെയ്യുന്ന ഈ തെറ്റായ നടപടി അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതി നടപ്പിലാക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ ശങ്കരനാരായണൻ അറിയിച്ചു.